കേൾക്കാൻ പറ്റണില്ല മാം. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടല്ലേ? മഴയും കാറ്റൊക്കെ ഉണ്ടോ? മഴയും എന്റെ Good morning, ma'am. ദുരന്തങ്ങളും നല്ലുണ്ട് മാം. അതെ മാം. കുറെ മരങ്ങളൊക്കെ വീണു, കുറെ അടക്കാരങ്ങളൊക്കെ വീണു, മതിലൊക്കെ മറിഞ്ഞു. കുറവാന്നേ മാം, അതുകൊണ്ട് ഏത് നിമിഷവും കട്ടാവും കേട്ടാ. കറണ്ട് ഇന്നലെ മുതലേ കറണ്ടൊന്നും ഇല്ല ഇവിടെ. ഇത്ര നേരമായിട്ടും കറണ്ട് വന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് ക്ലാസ് കട്ടായി കഴിഞ്ഞാൽ പിന്നീട് ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അത് മാനേജ്മെന്റ് തന്ന ഇൻഫർമേഷൻ ആണ്. അപ്പൊ നിങ്ങളോട് പാസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വളരെ കുറച്ച് ആളുകളാണ് കേറിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ആരാണ്? മാം ഞാനാണ്. Good morning, everyone. I am Shruti Suresh. Lord, you are the source of all wisdom and understanding. As I begin my studies today, I ask for your guidance. Help me to grasp the material, remember what I have learned, and apply it wisely. May my mind be clear, my memory strong, and my understanding deep. Thank you for the opportunity to learn and grow. Thank you. Then signing ആരാണ്? Signing ഞാനാണ് മാം. Good morning, everyone. I am Adila. You are all welcome to our today's online class. I am so happy to see you together here. I hope the class will be more interesting. I hope you will enjoy the class. I would like to invite Ashwati Miss to handle today's class. I also invite Sivimol for the thought. Thank you all. Okay, thought of the day. ഞാനാണ് മാം. Good morning, ma'am. Good morning, all of you. Thought of the day: your mind is a powerful thing. When you fill it with positive thoughts, your life will start to change. Thank you all. Have a nice day. Okay. വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ പ്രസന്റ് ചെയ്യണമെന്ന് ഈ സമയത്ത്? ഇല്ല. No, ma'am. ഇല്ല. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊന്ന് ഷോർട്ട് ആയിട്ട് ആരെങ്കിലും ഒന്ന് ബ്രീഫ് ചെയ്യാവോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്ന്? ക്ലാസ്സില് കുറച്ച് ഡിസിപ്ലിനെ പറ്റിയാണ് പറഞ്ഞത്. പിന്നെ മിസൽസ്, റുബെല്ല, മംസ് ഇതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ആ ചാർട്ടല്ലേ ടേബിള് നമ്മൾക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട് അല്ലേ? ടേബിള് പറഞ്ഞിട്ടില്ലല്ലോ? ഓക്കെ. അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്ലാസ്സിന്റെ ലാസ്റ്റ് 15 മിനിറ്റ്സ് നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരാൾ സമ്മപ്പ് ചെയ്യണം കേട്ടോ ഇംഗ്ലീഷില്. അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു.
അതുപോലെ തന്നെ ഇന്നും ചെയ്യേണ്ടതാണ് കേട്ടോ. ക്ലാസ്സിന് വേറെ പ്രശ്നം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോ ടേബിള് വളരെ ഈസിയാണ്. ഇതൊന്ന് എക്സാമിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഒരാൾ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ആരാണ് വായിക്കുക? ആരാ റീഡ് ചെയ്യാ ടേബിള്? ഞാൻ ചെയ്യാം. ആ ഓക്കെ. പേരെന്തായിരുന്നു? റൈഹാന. ആ റെഹാന. ആ റെഹാന. ഓക്കെ ഓക്കെ. റെഹാന ചെയ്തോളൂ കേട്ടോ. When, what, why. Before birth, to given to the mother. Tetanus protects against tetanus. As soon as possible after birth. എന്താണ് എക്സ്പ്ലനേഷൻ? എന്താണ് അതിന്റെ? ബിഫോർ ബർത്ത് ടു ഗിവൺ ടു ദ മദർ ടെറ്റനസ് പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ടെറ്റനസ്. കുട്ടിയുടെ ജനനത്തിന് മുമ്പ് അമ്മക്ക് കൊടുക്കുന്ന. ആ കുട്ടിയുടെ ബർത്തിന് മുമ്പായിട്ട്, അതായത് കുട്ടിയുടെ ജനനത്തിന് മുമ്പ്, അതായത് പ്രഗ്നൻസി സ്റ്റേജിൽ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു വാക്സിൻ ആണ് ടെറ്റനസ് അല്ലെ? ഓക്കെ. ടെറ്റനസിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെറ്റനസിനെ കുറിച്ച് കുതിരസനി എന്നാണ് രോഗം അറിയപ്പെടുന്നത് അല്ലെ? ഓക്കെ. ടെറ്റനസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുത്തിവെപ്പ്. കുത്തിവെപ്പ്. ഓക്കെ. As soon as possible after birth. ജനിച്ച ഉടനെ തന്നെ. BCG. Protect against tuberculosis, TB. TBക്ക് എതിരായിട്ട് വെക്കുന്നത്. ഏജ് 6 weeks. 6 ആഴ്ചക്കുള്ളിൽ. DPT polio drops. Protect against polio, diphtheria, pertussis and tetanus. Polio, diphtheria, pertussis, tetanus ഇവയ്ക്കെതിരായിട്ട് പോളിയോ ഡ്രോപ്സ് കൊടുക്കുന്നു. DPT പോളിയോ ഡ്രോപ്സ്. DPTയുടെ കൂടെ പോളിയോ ഡ്രോപ്സും കൂടി കൊടുത്തിട്ട് ഏജ് 6 weeks അല്ലേ? ഓക്കെ. ഏജ് 6 weeks onwards 3 doses. Month 6 month. 6 ആഴ്ച തൊട്ട് 6 മാസം വരെ. 6 മാസത്തിനുള്ളിൽ. ഓക്കെ. ഓക്കെ. ഹെപ്പറ്റൈറ്റിസ് ബി. Protects against jaundice at 0 to 1. മഞ്ഞപ്പിത്തം കേട്ടോ. ജോണ്ടിസ് മഞ്ഞപ്പിത്തത്തിനെതിരായിട്ടുള്ളതാണ് കേട്ടോ ഹെപ്പറ്റൈറ്റിസ് ബി കൊടുക്കുന്നത്. ഓക്കെ. ഏജ് 10 weeks. Second dose. DPT polio protects against polio, diphtheria. ഓക്കെ. പോളിയോ 2ാം ഡോസ് കൊടുക്കുന്നതാ മാം? അതെ അതെ അതെ. ഏജ് 14 weeks. Third dose. DPT polio as noted above. 3ാമത്തെ ഡോസ് 14ാം മാസം. പ്രൈമറി ഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? 6th week, 10th week ആൻഡ് 14th week. അതിന്റെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ. ഏജ് 9 months. Measles protect against measles. 9ാം മാസത്തില് മീസിൽസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള കുത്തിവെപ്പ്. ഏജ് 15 to 18 മാസം. MMR protect against measles, mumps and rubella. ഇവയ്ക്കെതിരായിട്ടുള്ള കുത്തിവെപ്പ് 15 മുതൽ 18 മാസം അതിനിടയിൽ. 1.5 വയസ്സാണ് മാം? ഏതാണ്? 1.5 വയസ്സിൽ വെക്കുന്ന. 1.5 വയസ്സാണ്. 1.5 വയസ്സാണ്. ഏജ് 18 months. DPT polio drops booster dose. പോളിയോ ബൂസ്റ്റർ ചെയ്യണം. After 24 months, typhoid protest against typhoid.
2 വയസ്സിന്റെ ടൈഫോയിഡിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള കുത്തിവെപ്പ്. ഓക്കെ ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? വായിച്ചപ്പോ മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, ഇനി താഴെയുള്ള കാര്യങ്ങൾ, ആ ടേബിളിന് തൊട്ട് താഴെ ഒരു ചെറിയ പാരാഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. മാം ആ അതിനുശേഷം പറഞ്ഞു എന്താണ്? 6 വീക്സ് അതിലെ അതൊന്ന് പറഞ്ഞു തരോ? ഏജ് 6 വീക്സോ? അതായത് ഏജ് 6 വീക്സ് 6 മാസത്തിനുള്ളിലായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി പ്രൊട്ടക്ട്സ് അഗേൻസ്റ്റ് ജോണ്ടിസ്, മഞ്ഞപ്പിത്തത്തിനെതിരായിട്ടുള്ള വാക്സിൻ കൊടുക്കുന്നുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അത് തന്നെ. 6 weeks. ഓക്കെ ഓക്കെ. ദെൻ അതിന് താഴെയായിട്ട് ഒരു പാരഗ്രാഫ് ഉണ്ട്, പിന്നെ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്. അതൊന്ന് നിങ്ങൾ കുറച്ച് 5 മിനിറ്റ് എടുത്ത് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. എല്ലാവരും തന്നെ ഒന്ന് മൈൻഡിൽ റീഡ് ചെയ്യാം. രാജി 26-ാം തീയതി ഇന്ന്.
മാം ഈ വാക്സിനേഷനെ പറ്റി ഞങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. പ്രൈവറ്റിൽ എഴുതണമെന്നുള്ളത്. ഗവൺമെന്റിലെ കുറച്ച് എല്ലാം ഇല്ലല്ലോ, മെനിഞ്ചൈറ്റിസ് ഒന്നും ഇല്ല, അതിന്റെ ഒന്നും ഇമ്മ്യൂണൈസേഷൻ ഇല്ല, വാക്സിനേഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ടത് മാം പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞില്ല. പ്രൈവറ്റില് നിങ്ങൾ അന്വേഷിച്ചിട്ട് കണ്ടെത്താനല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നേ. മാം അന്വേഷിച്ച് പറഞ്ഞ കണ്ടെത്താൻ. അങ്ങനെയല്ല മാം പറഞ്ഞത്, പിന്നെ ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാന്നാ പറഞ്ഞ ഞങ്ങളോട്. അതെ, ഞാൻ അങ്ങനെ പറഞ്ഞു. ആ ഓക്കെ, ഞാൻ നോക്കട്ടെ. ഗവൺമെന്റിലും വ്യത്യാസമുണ്ടല്ലോ. രണ്ടും വേണോ? ഞാൻ മംസിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞത്. 12 വയസ്സിൽ കൊടുക്കുന്ന കുട്ടി മുൻപിന്റെ മെനിഞ്ചൈറ്റിസിന്റെ അല്ലേ മാം ചോദിക്കാന്ന് പറഞ്ഞു. ആണല്ലേ? നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ കുട്ടികളെ കൊണ്ട് എല്ലാവരും കൂടി ചെയ്യിപ്പിക്കുന്നതാണ്. അത് തനിയെ തന്നെ ചെയ്ത്. അത് രണ്ടും എഴുതണോ? പ്രൈവറ്റിലെയും എഴുതണോ ഗവൺമെന്റിലെയും എഴുതണോ? എഴുതിക്കോളൂ. കിട്ടുന്ന ഇൻഫോർമേഷൻസ് അതിനകത്ത് ആഡ് ചെയ്തു. അല്ല, ചാർട്ടായിട്ട് വെക്കണോ അതോ ഒരു ചാർട്ടായിട്ട് വെക്കണോ? ഒറ്റ ചാർട്ടായിട്ട് എഴുതിയാൽ മതി. ഒറ്റ ചാർട്ടിൽ മതിയല്ലേ? ഒറ്റ ചാർട്ടിൽ അതിനോട് കമ്പൈൻ ചെയ്ത് എഴുതിയാൽ മതിയല്ലേ? മതി. ഓക്കെ മാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നേ? ഇവിടെ തൊട്ട് താഴെയായിട്ട് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് അല്ലെ. ദ ടീച്ചർ ഷുഡ് ബി അവെയർ ഓഫ് ദ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് and be careful to notice if any child catches ailment which may be acquired by others. The teacher's knowledge of healthcare and immunization can help society from dangerous epidemics. Okay, അതായത് ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി അവർക്ക് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ച്, അതായത് നമ്മളിപ്പോ കുറച്ച് രോഗങ്ങളെ കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്തല്ലേ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തേ? എന്തിനു വേണ്ടിയിട്ടാ? ഇതിന്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു തന്നു, അതുപോലെ ട്രീറ്റ്മെന്റ് പറഞ്ഞു തന്നു, അതുപോലെ അതിന്റെ കുറച്ച് ടേംസുകളും കാര്യങ്ങളും പറഞ്ഞു തന്നു അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ രോഗങ്ങളെ കുറിച്ച് പറഞ്ഞത്? ടീച്ചർമാർക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ അത് വേറൊരു വലിയ ഡേഞ്ചറസ് എപ്പിഡമിക്കിന്ന് രക്ഷപ്പെടാം. ഓക്കെ, അതായത് ഐഡന്റിഫൈ ചെയ്യാനല്ലേ. അതായത് കുട്ടികള് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങള് സ്പെൻഡ് ചെയ്യുന്നത് കൂടുതൽ സ്കൂൾ ടൈം ആണ് അല്ലെ. അപ്പൊ അവർക്ക് ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും സിംറ്റംസ്, എന്തെങ്കിലും കാര്യങ്ങൾ സിംറ്റംസ് അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സിന് ഈ രോഗങ്ങളെ കുറിച്ച് അവയർനെസ് ഉണ്ടാകണം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഈ രോഗങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് ഇപ്പോ ഒരു കുട്ടി ക്ലാസ്സിൽ വന്നു, ആ കുട്ടിക്ക് എന്തെങ്കിലും ഇപ്പൊ മംസോ അല്ലെങ്കിൽ ഡിഫ്തീരിയോ എന്തെങ്കിലും ഒരു സിംറ്റം ടീച്ചർ കാണുവാണെങ്കിൽ ഉടനെ തന്നെ ആ കുട്ടിയെ മാറ്റാനും അവിടെ നിന്ന് മാറ്റാനും മറ്റു കുട്ടികൾക്ക് ആ രോഗം സ്പ്രെഡ് ചെയ്യാതിരിക്കാനും കൂടുതൽ സഹായിക്കും. ഓക്കെ, അപ്പൊ ടീച്ചർ എന്ന് പറയുന്നത്, ടീച്ചറിന്റെ നോളജ് എന്ന് പറയുന്നത് ഇമ്മ്യൂണൈസേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഹെൽത്ത് കെയറിനെ കുറിച്ചുമുള്ള ടീച്ചേഴ്സിന്റെ നോളജ് എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള എപ്പിഡമിക്സിൽ നിന്ന് സൊസൈറ്റിയെ രക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ എല്ലാത്തരം കാര്യങ്ങളെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ് ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മുടെ ഈ അടുത്തൊരു ഇഷ്യൂ നടന്നല്ലേ, 4 വയസ്സുകാരിയെ അന്ന് പുഴയിൽ ഇറങ്ങി കൊന്ന ഒരു സംഭവം ഉണ്ടായി, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ. എന്നിട്ട് അംഗൻവാടി ടീച്ചർ ചിലവര് എന്താ പറയുക പ്രതി ചേർക്കുന്നുണ്ട് അല്ലെ. എന്ന് വെച്ചാല് ആ ടീച്ചർക്ക് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല, ഒരു വാച്ച് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു സംസാരം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഉണ്ടായിരുന്നില്ലേ? അത് ആ കുഞ്ഞിന് യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് ടീച്ചർ കരുതി വജേനയിൽ പെയിൻ ഉണ്ടായപ്പം എന്നാണ് ആ ടീച്ചർ പറഞ്ഞെന്നാണ് ഞാൻ ന്യൂസിൽ കേട്ടത്. അപ്പൊ കോമൺ ആയിട്ട് ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു കാര്യം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ അത് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുക. എല്ലാത്തരം കാര്യങ്ങളെ കുറിച്ചും ബേസിക് ആയിട്ടുള്ള നോളജ് ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്കത് അക്കാര്യം വിടാം. അത് എന്തെങ്കിലും ആവട്ടെ, കുഞ്ഞിന്റെ ആ ഒരു വിധി എന്ന് വിചാരിക്കാം, അല്ലാണ്ട് എന്ത് പറയാനാണല്ലോ നമ്മള്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തതിലോട്ട് വരാം. ഹെൽത്ത് ചെക്കപ്പ്. ഓക്കെ, എന്താണ് ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഹെൽത്ത് ചെക്കപ്പ്? ഹെൽത്ത് ചെക്കപ്പ് കേട്ടിട്ടില്ലേ നിങ്ങള്? എന്താ ഹെൽത്ത് ചെക്കപ്പ്? എന്തെങ്കിലും ഒരു അസുഖം തടയുന്നതിനും മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനുമാണ് ഈ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത്.
ഓക്കെ, നിങ്ങൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറുണ്ടോ? യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട് മാം. യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയുള്ള എല്ലാത്തരം ടെസ്റ്റുകളും നടത്താറുണ്ടോ? ഓവറോൾ ഹെൽത്ത് ചെക്കപ്പ് നടത്താറുണ്ടോ? എന്തെങ്കിലും അസുഖം വന്ന് ചെക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് ചെക്ക് ചെയ്യും. ഷുഗർ എല്ലാം നോക്കലുണ്ട്, കൊളസ്ട്രോള്. ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണോ? എല്ലാത്തരം ചെക്കപ്പുകൾ നടത്തുന്നത് നല്ലതാണോ? നല്ലതാണ്. യെസ് മാം, നല്ലതാണ്. ഓക്കെ, അങ്ങനെ നടത്തുന്നത് മൂലം എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാവുക? ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? എന്തെങ്കിലും ഒരു അസുഖം നമുക്ക് ഫൈൻഡ് ചെയ്യണമെന്ന് ഏർലി സ്റ്റേജിൽ തന്നെ ഡയഗ്നോസ് ചെയ്യണം, ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതെ, അതായത് എന്തെങ്കിലും ഒരു അസുഖം നമ്മൾക്ക് ഇപ്പോ എന്തെങ്കിലും ടെസ്റ്റുകളും മറ്റും നമുക്ക് സിംറ്റംസോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്താമെന്ന് വിചാരിക്കുക. നമ്മൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി ഡയഗ്നോസ് ചെയ്യാനും ഏർലി ട്രീറ്റ്മെന്റ് കൊടുക്കാനും ഹെൽത്ത് ചെക്കപ്പുകൾ കൊണ്ട് സാധിക്കും. അപ്പൊ എന്താണ് ഹെൽത്ത് ചെക്കപ്പ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഒരാളൊന്ന് വായിച്ചേ, ഈ ഒരു പാരഗ്രാഫിൽ പറയുന്ന കാര്യം ഒന്ന് റീഡ് ചെയ്യാവൂ? വായിക്കാം മാം. സൗമ്യ ടോണി. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. സൗമ്യ. ഓക്കെ മാം. ഹെൽത്ത് ചെക്കപ്പ്. ഓക്കെ മാം. Health checkup. A regular health checkup of the child should be attempted and a health record should be maintained. Health examination should include general appearance, body structure, recording of pulse, temperature, measurement, height, weight, respiratory rate, chest and abdomen examination, neck, eyes, ears, nose, throat, teeth, hair, skin, nail, vision, hearing, mental imbecility, movement of lips, urine and stool examination, etc. This help in early detection of defects such as defective vision, dental caries, etc. A health checkup should be in the duty of parents as well as the school. Any problem diagnosed or disclosed should be immediately attended to. ഓക്കെ, എന്താ മനസ്സിലായത് സൗമ്യക്ക് വായിച്ചപ്പോ? അതായത് നമുക്ക് കുട്ടികൾക്ക് ഹെൽത്ത് ചെക്കപ്പ് അത്യാവശ്യമാണ്. ഏതൊക്കെ കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യുന്നത് കുട്ടികളിൽ? എന്തൊക്കെയാണ് ചെക്കപ്പ് ചെയ്യുന്നത്? അവരുടെ ഏതൊക്കെ ടെസ്റ്റുകളാണ് നടത്തുന്നത്? ടീത്ത്, ഹെയർ, സ്കിൻ, പിന്നെ ഹിയറിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്കപ്പ് ചെയ്യും. പിന്നെ സ്കൂളിലായാലും പാരന്റ്സ് കൂടുതൽ ഇത് കൊടുക്കണം, പാരന്റ്സും ശ്രദ്ധിക്കണം പിള്ളേരുടെ ഹെൽത്ത് ചെക്കപ്പിനെ പറ്റി. അതായത് നമ്മൾ രോഗനിർണയം നടത്തണം പിള്ളേരുടെ ഇതില്. ഓക്കെ, ഞാനിപ്പോ കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പിന് മുമ്പായിട്ട് കുറച്ച് കാര്യം ജനറൽ ആയിട്ട് പറഞ്ഞു തരാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഹെൽത്ത് ചെക്കപ്പുമായി ബന്ധപ്പെട്ട് വേണ്ടതെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, a full body checkup is necessary as it helps you take necessary steps to prevent or detect any illness early. ഞാൻ ഒന്നുകൂടി വായിക്കാം. A full body checkup is necessary as it helps you take necessary steps to prevent or detect any illness early. ഏതെങ്കിലും അസുഖം തടയുന്നതിനോ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനോ വേണ്ട നോട്ട്സ് ഒന്നും എഴുതി എടുക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഏതെങ്കിലും അസുഖം തടയുന്നതിനോ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനോ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഹെൽത്ത് ചെക്കപ്പുകൾ നിങ്ങളെ സഹായിക്കുന്നതാണ്, അല്ലെ? നമുക്ക് ഏതെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മുൻകൂട്ടി അതിനെ കണ്ടുപിടിക്കുന്നതിനോ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തുന്നത്. ഓക്കെ,
എന്നിട്ട് നമ്മുടെ പലതരത്തിലുള്ള കാര്യങ്ങളാണ് വരിക. ഏതൊക്കെയാ? അതായത് നമ്മുടെ ഹാർട്ട്, അതുപോലെ തന്നെ ലിവർ, ലങ്സ് എന്നിവ ഉൾപ്പെടെ നമ്മുടെ ബോഡിയിലെ എല്ലാത്തരം ഓർഗൻസിനെയും ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വർഷത്തിൽ ഒരു തവണയെങ്കിലും ബോഡി ചെക്കപ്പ് ചെയ്യണം. അതായത് ഒരു മനുഷ്യനായാല്, ശരാശരി മനുഷ്യനായാല് എന്ത് ചെയ്യണം? ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് ഒരു ചെക്കപ്പ് എങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ 35 വയസ്സിന് പ്രായമുള്ള എല്ലാവരും ബോഡി ചെക്കപ്പ് ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട്. 35 above ഇയേഴ്സ് ഉള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? വർഷത്തിൽ ഒരു തവണയെങ്കിലും നിർബന്ധമായിട്ടും മസ്റ്റായിട്ടും ബോഡി ചെക്കപ്പ് ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് അങ്ങനെ പറയുന്നത്? 35 ഇയേഴ്സിന് മുകളിൽ പ്രായമുള്ളവര് ചെയ്തിരിക്കണം എന്ന് പറയുന്നത്? ഈ സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണോ ഒരു സംശയം? സ്ത്രീകളാകുമ്പോള് 30+ ആണ് പറയാ കേട്ടോ. ഫീമെയിൽസിന് 30+ പറയാറുണ്ട്. കുറച്ച് കാര്യങ്ങൾ, അതായത് ചില ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകാം, അതുപോലെ തന്നെ മസിലിന്റെ സ്ട്രെങ്ത് ഒക്കെ കുറച്ച് വീക്ക് ആയിട്ട് വരാവുന്ന ഒരു ഏജ് ആണിത് 30+ എന്ന് പറയുന്നത്. അപ്പൊ നിർബന്ധമായിട്ടും ഒരു ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. അപ്പൊ അതുപോലെ തന്നെ ഹെൽത്ത് ചെക്കപ്പുകളും ചെയ്യണം. പല കാര്യങ്ങൾ ഇപ്പോ യൂട്രസ് എന്താ പറയാ ചാൻസസ് കഴിയാണ്, യൂട്രസ് ബേസ്ഡ് ആയിട്ടുള്ള രോഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നിർബന്ധമായിട്ട് അങ്ങനെ ചെയ്യുന്ന പറയുന്നുണ്ട്. പിന്നെ കോമൺ ആയിട്ട് ഡോക്ടേഴ്സ് പറയുന്നത് 35+, അത് ആണുങ്ങളിലായിക്കോട്ടെ സ്ത്രീകളിലായിക്കോട്ടെ നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്, അല്ലെ? അതായത് ഹൃദ്രോഗ സാധ്യത, ഹാർട്ടിന്റെ പ്രോബ്ലംസ്, അങ്ങനെയുള്ള ഹാർട്ട് അറ്റാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. 35+ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കൃത്യമായിട്ടുള്ള എക്സസൈസ്, ഡയറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മുടെ ബോഡിയെ ഒന്ന് ഒബ്സർവ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ജീവിതശൈലി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം രോഗങ്ങൾ നമുക്ക് വരുന്നുണ്ട്, അല്ലെ? അതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് പറയാം, ഹൃദ്രോഗം വരാം, അതുപോലെ ആസ്മ വരാം, ഡയബറ്റീസ് വരാം, മൈഗ്രെയിൻ ഹെഡേക്ക് വരാം, അതുപോലെ ഡിപ്രഷൻ. അതൊക്കെ കണ്ടെത്തുന്നതിന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സമയമാണ് നമ്മുടെ പ്രസന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും മസ്റ്റായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെ നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്? ഹെൽത്ത് ചെക്കപ്പുകൾ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് എന്താണ്? ഉയർന്ന തോതിലുള്ള പൊല്യൂഷൻ ഉണ്ടാകുന്നു, അല്ലെ? നമ്മൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം ധാരാളം പുക അല്ലെങ്കിൽ പൊടി, അങ്ങനെയുള്ള ഡസ്റ്റും മറ്റുമൊക്കെ ധാരാളമായിട്ട് എന്തുണ്ട്? നമ്മുടെ എൻവയോൺമെന്റിൽ ഉണ്ടല്ലോ, അന്തരീക്ഷത്തിൽ കാണാനായിട്ട് സാധിക്കും. അതും ഒരു ഫാക്ടറാണ് കൂടുതൽ രോഗങ്ങൾ വരുന്നതിന്. ഇപ്പൊ നമുക്കറിയാം ഡൽഹി പോലുള്ള സ്ഥലത്തൊക്കെ ഒരു സമയമായപ്പോ അവിടെ ഉണ്ടായിരുന്നു, അതായത് അവിടെ ഭയങ്കരമായിട്ട് പൊല്യൂഷൻ. ഇപ്പോഴുണ്ടോന്ന് എനിക്ക് അറിയില്ല, ഇപ്പോഴും അവിടെ നടപ്പാക്കുന്നുണ്ടോന്ന് അറിയില്ല. ഒരിടയ്ക്ക് ന്യൂസിൽ ഉണ്ടായിരുന്നു പൊല്യൂഷൻ അതിഭയങ്കരമായിരുന്നു, അല്ലെ? അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒറ്റ ഇരട്ട നമ്പറുകള് ഇന്ന ദിവസം ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ പൊല്യൂഷൻ കുറക്കുന്നതിന് വേണ്ടിയിട്ട്, വാഹനങ്ങളുടെ ആ ഒരു തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഒറ്റ നമ്പറിലുള്ള വാഹനങ്ങൾ നിരത്തിലിറക്കുക, രണ്ടാമത്തെ ദിവസം ഇരട്ട നമ്പറുള്ള വാഹനങ്ങൾ നിരത്തിലിറക്കുക, അങ്ങനെയുള്ള പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയധികം പൊല്യൂട്ടഡ് ആയിട്ടുള്ള പ്രദേശങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ രാജ്യത്തുണ്ട്. ഓക്കെ. അപ്പൊ അതും എന്ത് ചെയ്യാണ്? ഇങ്ങനെയുള്ള ലങ്സ് പ്രോബ്ലം, അങ്ങനെ ഹൃദ്രോഗം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിലെ മായം, അല്ലെ? നമുക്കറിയാം മുമ്പത്തെ പോലുള്ള ഫുഡ് ഐറ്റംസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണം നല്ല പ്യുവർ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണോ നമ്മൾ കഴിക്കുന്നത് ഇപ്പോ? ആണോ? പണ്ടത്തെ പോലത്തെ ആണോ? അല്ല. അല്ല, അല്ലെ? എന്ത് ചേർക്കാറുണ്ട്? ധാരാളം മായങ്ങൾ ചേർക്കാറുണ്ട്, അല്ലെ? പ്രിസർവേറ്റീവ്സും മറ്റൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഹോട്ടൽ ഫുഡൊക്കെയാണ്. ചില സമയത്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കും. മുമ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മാത്രം അല്ലെ നമ്മൾ കഴിക്കുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പുറത്തുനിന്നും ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ധാരാളം ഫുഡ് ഐറ്റംസ് മേടിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ മായം കലർത്തിയിട്ടുണ്ടാവാം. അത് തന്നെ ആവണമെന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറി, അതുപോലെ മറ്റ് പൊടികൾ, അല്ലെങ്കിൽ മസാലപ്പൊടികൾ, അല്ലെ? മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എന്ത് ചേർക്കുന്നുണ്ട്? മായം ചേർത്തിട്ടാണ്
ഇവിടെ വരുന്നത്. പിന്നെ വെജിറ്റബിൾസിൽ കൂടുതൽ കീടനാശിനികൾ ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്. പിന്നെ ഫിഷ് ഐറ്റംസ് ഒക്കെ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറെ കെമിക്കൽസും മറ്റുമൊക്കെ ആഡ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ് നമ്മുടെ ശരീരത്തിലോട്ടാണ് പോകുന്നത് അല്ലെ. അപ്പോ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ രോഗങ്ങൾ, നമുക്ക് വരാനുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പോ എല്ലാവരും നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം എന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ ആണോ? യെസ് മാം. ഓക്കെ ആണ്. ഓക്കെ. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഹെൽത്ത് ചെക്കപ്പിൽ വരുന്നത് നമുക്ക് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യുന്നത് ഹെൽത്ത് ചെക്കപ്പുകളിൽ? ഒന്ന് ബ്ലഡ് ആൻഡ് യൂറിൻ അല്ലെ. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, യൂറിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ലിപ്പിഡ് പ്രൊഫൈൽ അല്ലെ, നമ്മുടെ കൊളസ്ട്രോളിന്റെ ലെവൽ, HDL, LDL, ട്രൈഗ്ലിസറോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കൊളസ്ട്രോളിന്റെ ലെവൽ നോക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ചെസ്റ്റ് എക്സ്റേ, അതുപോലെ ECG, എക്കോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ വിറ്റാമിൻ ടെസ്റ്റിംഗ്, വിറ്റാമിൻ D3 അല്ലെ, D3 നമ്മൾ നോക്കാറുണ്ട്. വൈറ്റമിന്റെ കുറവാണെങ്കിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഒന്നാണ് അല്ലെ. ഇവിടെ എത്ര പേർക്കുണ്ട് വൈറ്റമിൻ D3യുടെ കുറവുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഉണ്ടല്ലേ. ഒട്ടുമിക്ക സ്ത്രീകൾക്കുള്ള ഒരു പ്രശ്നം തന്നെയാണ് വൈറ്റമിൻ D3യുടെ കുറവ്. ഓക്കെ, അതായത് ശരി, വൈറ്റമിൻ ഡിയുടെ സോഴ്സ് ഏതാണ്? പ്രധാനമായിട്ടും സോഴ്സ് എന്താണ് വൈറ്റമിൻ ഡി? സൺലൈറ്റ്. സൺലൈറ്റ്. ഓക്കെ, അപ്പോ സൺലൈറ്റിൽ നിന്നാണ് പ്രധാനമായിട്ട് നമുക്കത് കിട്ടുന്നത്. അപ്പൊ അതിന്റെ കുറവ് മൂലമാണ്, കാരണം സ്ത്രീകളൊക്കെ ഇപ്പൊ വീട്ടിലിരിക്കുകയാണ്, അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുമ്പോൾ ഓഫീസിലാണ് ഇരിക്കുന്നത്. മുമ്പത്തെ പോലെ നമ്മള് എന്താ പറയാ പാടത്ത് കയറി പണിയെടുക്കുകയോ അല്ലെ പുറംപണികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അല്ലെ. അപ്പോ നമുക്ക് എന്ത് കിട്ടില്ല, സൺലൈറ്റ് കിട്ടില്ല. അപ്പോ അതിന്റെ കുറവ് മൂലം വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടാവാം. നമ്മൾ അമിതമായിട്ട് അതുമൂലം വണ്ണം വെക്കാം, അല്ലെങ്കിൽ പൊടികൊഴിച്ചിൽ ഉണ്ടാകാം, അങ്ങനെയുള്ള. പിന്നെ എപ്പോഴും ക്ഷീണം ആയിരിക്കുള്ളൂ, ഏത് സമയം മടിയായിരിക്കുള്ളൂ, ഉറങ്ങണം എന്നുള്ള ചിന്തയായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള ചില സിംറ്റംസ് ഒക്കെ കാണാറുണ്ട്. നമ്മള് എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്ക് കാരണം വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി തന്നെയാണ്. പക്ഷെ നമ്മൾ ആദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോ അമിതമായിട്ട് തടി വെക്കുമ്പോഴോ അല്ലെങ്കിൽ മുടി പൊടിച്ചിലുണ്ടാവുമ്പോഴോ നമ്മൾ സംശയിക്കുന്നത് തൈറോയ്ഡ് പ്രോബ്ലംസ് എന്നാണ് നമ്മൾ സംശയിക്കുക. സാധാരണയായിട്ട് അങ്ങനെ ഉണ്ടാവുക. പക്ഷെ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നോർമൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ വേറെ ടെസ്റ്റുകളൊക്കെ ഡോക്ടേഴ്സ് പറയും അതൊക്കെ നോർമൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ വൈറ്റമിൻ D3 ടെസ്റ്റ് മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഒട്ടുമിക്ക പേർക്കും അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. ടെസ്റ്റിന് ഭയങ്കര എമൗണ്ട് കൂടുതലാണ്, 1000 രൂപ എന്തോ ആണ് അതിന്റെ എമൗണ്ട് വരുന്നത്. അതിന്റെ മരുന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, കഴിക്കുന്നവർക്ക് അറിയാം. ടാബ്ലറ്റ് എങ്ങനെയാ അതിന്റെ കഴിക്കുന്നേ? ടാബ്ലറ്റ് എങ്ങനെയാ കഴിക്കുന്നത് വൈറ്റമിൻ D3യുടെ? ആഴ്ചയിൽ ഒരു ദിവസം. വീക്ക്ലി വൺസ് ആണ് കഴിക്കുന്നത് അല്ലെ. വീക്ക്ലി വൺസ് ആണ് കഴിക്കുന്നത്. അപ്പൊ ഡോക്ടേഴ്സ് നമ്മളോട് പറയും ഇത്ര ആഴ്ച ഇത് കഴിച്ചിട്ട് വരാനായിട്ട് പറയും. ഇനി അത് കഴിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമാണ് അതിന്റെ ഡെഫിഷ്യൻസി അത് കുറഞ്ഞോ അല്ലെങ്കിൽ അത് മുമ്പത്തെ പോലെ തന്നെയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്ത് ആഴ്ചയിൽ ഒരു ദിവസം ഉള്ളൂ എന്ന് കരുതിയിട്ട് നമ്മൾ അത് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് പാടില്ല. ഡോക്ടർ പറഞ്ഞ കാലയളവിനുള്ളിൽ നമ്മൾ അത് കഴിച്ചിരിക്കണം. അതിനുശേഷം നമ്മുടെ ഇഷ്ടപ്രകാരം പോയി അത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി നമ്മൾ കഴിക്കരുത്. കാരണം ആ മരുന്ന് കൂടിക്കഴിഞ്ഞാലും നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ടെസ്റ്റുകൾക്ക് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുക, നമ്മൾ ആ ടാബ്ലറ്റ് കഴിക്കാവൂ. ഓക്കെ, അപ്പൊ വൈറ്റമിന്റെ D3 ടെസ്റ്റിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അബ്ഡോമിനൽ എക്സാമിനേഷൻ ഉണ്ട്. അത് അൾട്രാസോണോഗ്രാഫി, നമ്മുടെ അബ്ഡോമിനില്, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വയറിന് സ്കാൻ ചെയ്യാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ പെൽവിസ് ഭാഗത്ത്, അതായത് നമ്മുടെ വാജിന, ആ ഒരു ഇതിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, സ്കാനുകൾ നടത്താറുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ യൂട്രസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ നമ്മുടെ വയറ്, കിഡ്നി, അതുപോലെ തന്നെ ലിവർ, ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അബ്ഡോമിനൽ ആൻഡ് പെൽവിസ് എക്സാമിനേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും.
പിന്നെ അതുപോലെ തന്നെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ നടത്താറുണ്ട് അല്ലെ. തൈറോയിഡ് ഈ പറഞ്ഞ സിംറ്റംസ്, ഞാനിപ്പോ വൈറ്റമിൻ D3യുടെ സിംറ്റംസ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് സിംറ്റംസ് ആണ് എന്തിനുള്ളത്, തൈറോയ്ഡ് ഇഷ്യൂവിനുള്ളത്. അപ്പൊ തൈറോയ്ഡ് നമ്മൾ നോക്കുമ്പോൾ TSH നമ്മൾ നോക്കാറുണ്ട്, T3 നോക്കാറുണ്ട്, T4 നോക്കാറുണ്ട്. ഈ 3 കാര്യങ്ങളാണ് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റിന് വരുന്നത് കേട്ടോ. TSH, T3 ആൻഡ് T4 ഈ 3 ടെസ്റ്റും കൂടി ചേർന്നിട്ടാണ് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ കിഡ്നി ഫംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂറിക് ആസിഡ് എത്രയാണ് നോക്കാറുണ്ട്, ക്രിയാറ്റിന്റെ അളവ് നോക്കാറുണ്ട്, സോഡിയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ SGPT, SGOT എന്നീ ടെസ്റ്റുകളാണ് നടത്തുന്നത്. അപ്പോ നമുക്കറിയാം ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അതായത് നമ്മുടെ ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രൈമറി ആയിട്ട് എങ്ങനെയാണ് അത് ഡയഗ്നോസ് ചെയ്യുക? നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, എങ്ങനെയാണ് അത് ഡയഗ്നോസ് ചെയ്യുക? ആദ്യം തന്നെ എങ്ങനെയാ ഡയഗ്നോസ് ചെയ്യാ? കണ്ണിന് മഞ്ഞ നിറമാണ്. അങ്ങനെയൊക്കെ ചുരുക്കം ചില പേരിലല്ലേ ഉണ്ടാവുള്ളൂ. നമുക്ക് വയറിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു എന്താ പറയാ ഡിഫിക്കൽട്ടി തോന്നും, സ്കാൻ ചെയ്യാനായിട്ട് ഡോക്ടർ പറയും. അപ്പോ അതിനകത്ത് കാണാം നമുക്ക് ഫാറ്റി ലിവറിന്റെ പ്രശ്നം, അതായത് ലിവറിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അതിനകത്ത് കോമൺ ആയിട്ട് ഉണ്ടാവും ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്ന് ഉണ്ടാവും ഫാറ്റി ലിവർ. ഓക്കെ, അപ്പോ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം, ആ ഫാറ്റി ലിവറിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യാം. എന്നാൽ എത്രമാത്രം ഇത് നമ്മുടെ ലിവറിനെ ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നടത്താറുണ്ട്. ഓക്കെ, അതായത് കരളിന്റെ എത്രത്തോളം ഭാഗത്തിനെയാണ് ഈ ഒരു രോഗം ബാധിച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് നടത്തുന്ന ടെസ്റ്റുകളുടെ പേരാണ് SGPT ആൻഡ് SGOT ടെസ്റ്റ് കേട്ടോ. ബ്ലഡിലാണ് നടത്തുക. അപ്പൊ അത് നമുക്ക് അറിയാൻ പറ്റും, അളവ് എത്രയാണെന്ന് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ആണ് SGPT, SGOT ആൻഡ് ബിലിറൂബിനും വരുന്നുണ്ട് കേട്ടോ അതിനകത്ത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പൾമണറി ലങ് ഫംഗ്ഷൻ ടെസ്റ്റ്, അതായത് നമ്മൾക്കിപ്പോ ആസ്മയുടെ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ എത്രത്തോളം ആ ലങ്സിനെ അത് ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം സിവിയറിറ്റി ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആസ്മ ഉണ്ടാകുന്ന ഒരു സമയത്ത് എന്താണ് നമ്മുടെ എന്താ പറയാ നമ്മുടെ വായിൽ ഒരു സാധനം വെക്കും, ഒരു മെഷീൻ പോലത്തെ ഒരു ചെറിയ ഇൻഹേലർ പോലത്തെ ഒരു സാധനം വെക്കും. നമ്മളോട് ഭയങ്കരമായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് പറയും. അപ്പൊ അതിന്റെ വേരിയേഷൻ എത്രയാണെന്ന് എന്താണ് ഗ്രാഫിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെയാണ് പൾമണറി ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ് ഷുഗർ നോക്കാറുണ്ട് അല്ലെ, എത്രയാണ് ഷുഗർ ലെവൽ എന്ന് നോക്കാറുണ്ട്. നമ്മൾ ഫാസ്റ്റിങ്ങിൽ നോക്കാറുണ്ട്, അതുപോലെ തന്നെ ആഫ്റ്റർ ഫുഡ് നമ്മൾ എന്ത് നോക്കാറുണ്ട്, ഷുഗർ ലെവല് നോക്കാറുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ CT കാൽസ്യം ടെസ്റ്റിംഗ്, നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് പ്രോപ്പർ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കാൽസ്യത്തിന്റെ അളവ് നോക്കാറുണ്ട്. അപ്പൊ കാൽസ്യം ടെസ്റ്റ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ബോഡി ചെക്കപ്പിൽ. പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ പലവിധ ക്യാൻസർ ടെസ്റ്റുകൾ നടത്തും. ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിൽ നമുക്കറിയാം മാമോഗ്രാം പോലെയുള്ള ടെസ്റ്റുകൾ എന്ത് ചെയ്യാറുണ്ട്, ഡോക്ടർ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി നടത്താറുണ്ട്. പിന്നെ ചില കേസുകളിൽ ചില ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് അല്ലെ. നിങ്ങളുടെ മൊബൈലിലൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും അല്ലെ, ഹെൽത്ത് വഴിയൊക്കെ അങ്ങനെയുള്ള പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ, ഫ്രീ ടെസ്റ്റ് കൊടുക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത് നേരത്തെയുള്ള ഡയഗ്നോസിസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ച് ഏകദേശം ഓവറോൾ ഒരു ഐഡിയ കിട്ടിയോ? കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കുട്ടിയുടെ ആരോഗ്യ പരിശോധന അല്ലെങ്കിൽ കുട്ടികളുടെ ഹെൽത്ത് ചെക്കപ്പിലേക്ക് വരാം. എന്താണ് കുട്ടികളുടെ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? ഇപ്പൊ ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ കുട്ടിയുടെ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാം? നമ്മുടെ പാരഗ്രാഫില് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത് ഇതിനകത്ത്? റെക്കോർഡിംഗ് പൾസ്, ടെമ്പറേച്ചർ, മെഷർമെന്റ്, height, weight, respiratory rate, chest and abdomen examination, neck, eyes, ears, nose, throat, teeth, hair, skin, nail, vision, hearing and mental imbecility,
മൂവ്മെന്റ് ഓഫ് ലിംസ്, യൂറിൻ ആൻഡ് സ്റ്റൂൾ എക്സാമിനേഷൻ എക്സെട്ര. ഓക്കെ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടിയുടെ ആരോഗ്യ പരിശോധന അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത് നമ്മൾ പതിവായിട്ട് റെഗുലർ ആയിട്ട് നടത്തേണ്ട ഒന്നാണ്. അത് മാത്രമല്ല കുട്ടിയുടെ ഹെൽത്ത് കാർഡ് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയും വേണം. നിങ്ങളുടെ അടുത്തൊക്കെ ഹെൽത്ത് കാർഡ് ഉണ്ടോ? കുട്ടിയുടെ ഹെൽത്ത് കാർഡ് ഇരിപ്പുണ്ടോ? വാക്സിനേഷന്റെ കാർഡ് ഇരിപ്പില്ലേ? പ്രോപ്പർ ആയിട്ട് കൊടുക്കുന്ന കാണിക്കുന്ന ഫയലുണ്ട് അല്ലെ? കൃത്യമായിട്ട് കുട്ടിയുടെ രേഖകള് റെക്കോർഡുകൾ നമ്മള് സൂക്ഷിച്ചു വെക്കാറുണ്ട് അല്ലെ? ഓക്കെ. അപ്പോ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് ഇന്ന വയസ്സാകുന്നവരെ അല്ലെങ്കിൽ ഇത്ര വയസ്സാകുന്നവരെ അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ കണ്ടീഷൻ അവര് പ്രോപ്പർ ആയിട്ട് അവരുടെ വളരുന്ന സ്റ്റേജിൽ ഇന്ന വയസ്സ് വരെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഈ ഒരു ഹെൽത്ത് റെക്കോർഡ് നമ്മൾ സൂക്ഷിച്ചിരിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ ചില കാര്യങ്ങൾ നമ്മൾ ഹെൽത്ത് ചെക്കപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. കുട്ടിയുടെ ജനറൽ അപ്പിയറൻസ് നോക്കും. ഓക്കെ. അതായത് കുട്ടീനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ജനറൽ ആയിട്ട് കുട്ടിയുടെ അപ്പിയറൻസ് നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ കുട്ടിയുടെ ബോഡി സ്ട്രക്ചർ എങ്ങനെയാണ് നോക്കാറുണ്ട്. ചിലവർക്ക് തടി കൂടിയിട്ടായിരിക്കുന്നേ, ചില കുഞ്ഞുങ്ങളാണെങ്കിൽ ഭയങ്കര തിന്നായിട്ടായിരിക്കും, മെലിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പൾസ് റെക്കോർഡിങ്, ദെൻ ടെമ്പറേച്ചർ മെഷർമെന്റ്, കുട്ടിയുടെ ഹൈറ്റ്, വെയിറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, അതുപോലെ തന്നെ ചെസ്റ്റ് ആൻഡ് അബ്ഡോമിനൽ എക്സാമിനേഷൻ, പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ നെക്കിന്റെ ഭാഗം, കഴുത്ത്, അതുപോലെ കുട്ടിയുടെ ഐ, പിന്നെ ഇയർ, നോസ്, ത്രോട്ട്, ടീത്ത്, ഹെയർ, സ്കിൻ, നെയില്, വിഷൻ, ഹിയറിങ്, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. അപ്പൊ ടോട്ടൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കുട്ടിയുടെ കാഴ്ച നമ്മൾ ശ്രദ്ധിക്കും. കേൾവി അല്ലെ, കുട്ടിക്ക് കാഴ്ചക്കുറവുണ്ടോ, കുട്ടിക്ക് കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് കണ്ണും അതുപോലെ തന്നെ ചെവിയൊക്കെ ടെസ്റ്റുകൾ നടത്താറുണ്ട്. പിന്നെ കുട്ടിയുടെ മുടി, ഹെയർ, പിന്നെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, സ്കിന്നിന് ചില രോഗങ്ങളൊക്കെ നമുക്ക് വരാം അല്ലെ, അപ്പോ അത് നോക്കാറുണ്ട്. പിന്നെ നെയില് നോക്കാറുണ്ട്. പിന്നെ കഴുത്തിന്റെ ഭാഗത്ത്, ത്രോട്ടിന്റെ ഭാഗത്ത് നോക്കാറുണ്ട്. നെക്ക് നോക്കാറുണ്ട്. തൊണ്ടയുടെ ഭാഗം, അതുപോലെ തന്നെ നെക്കിന്റെ ഭാഗവും നോക്കുന്നു. അതുപോലെ തന്നെ നോസ്, മൂക്കിന്റെ ഭാഗത്ത് നോക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. കുട്ടിക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി എന്തെങ്കിലും നേരത്തെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ കാഴ്ചക്കുറവ്, അതുപോലെ കേൾവിക്കുറവ്, അതുപോലെ പല്ലിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പിന്നെ ആരോഗ്യ പരിശോധന, ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത് പാരന്റ്സിന്റെയും സ്കൂളിന്റെയും ഡ്യൂട്ടി ആയിരിക്കണം, കടമയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും രോഗം നേരത്തെ കണ്ടുപിടിക്കുന്നതിനോ കണ്ടുപിടിച്ച രോഗം എളുപ്പത്തിൽ ചികിത്സിക്കുന്നതിനോ വേണ്ടിയിട്ട് ഹെൽത്ത് ചെക്കപ്പുകൾ നമ്മളെ സഹായിക്കും. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇത് ഒരു 5 മിനിറ്റ് സമയം തരാം ഞാൻ. നിങ്ങളിത് ഒരാള് സമ്മപ്പ് ചെയ്യുക കേട്ടോ. എല്ലാരും തന്നെ ചെയ്യുക. അതിനകത്ത് ഒരാളിത് പ്രസന്റ് ചെയ്യുക. ഓക്കെ, ഇംഗ്ലീഷിലായിരിക്കണം സമ്മപ്പ് ചെയ്യേണ്ടത്. അതിനുള്ള സമയമാണ് കേട്ടോ.
മാം ഈ 6 വീക്ക് ഓൺവേർഡ്സ് മന്ത് 6 മന്ത് എന്ന് പറയുന്നില്ലേ, അതിനകത്ത് ഹെപ്പറ്റൈറ്റിസ് ബി പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ജോണ്ടിസ് അറ്റ് 0 to 1 എന്ന് പറയുന്നത് എന്താ മാം? 0 to 1 എന്നല്ലേ? ആ അതായത് 1 വയസ്സ് വരെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓ 1 വയസ്സ് വരെ. ഓക്കെ. നമുക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവര് പറയാം കേട്ടോ. ഞാൻ പറയാമോ? ആരാണ്? രശ്മി. അതെ അതെ. ഓക്കെ സ്റ്റാർട്ട് ചെയ്തു. Today we firstly started about the vaccine and മാം ഒരു സംശയം, വാക്സിന്റെ ഡീറ്റെയിൽസ് ഫുൾ ആ ചാർട്ട് പറയണോ? വേണ്ട അത് പറയണ്ട, അത് കഴിഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ മതി കേട്ടോ. Okay. We firstly today started about the vaccines and about all the vaccines for which to given to when, what, and why we started about that. Then we go through the another session that is the health checkup. A teacher should aware about the common childhood diseases and we should notice if any child suffered with any common illness. We should identify and treat it as soon as possible to avoid to spread the disease to other child and also to spread to the society also. Then we go to the next session that is about the health checkup to prevent and diagnose to find any illness affected or not. To identify any disease or affected to us, the body checkup will help to identify and to give a proper treatment to the health issues. In between the at least in the 1 year, we should need a regular body checkup. Between the period of 1 year, at least once we take a checkup, and for about 35 years, we should do the body checkup and check any heart issues, or if for the females any uterus issues or hormone imbalances is there. So if that body checkup will help to diagnose any diseases to affect the body. In our society now, the pollution and the preservatives more contained in the food items also is a vital reasons for the health issues. There is more preservatives adds in the vegetable, fruits, and the curry powders add more colors, and the other chemicals is also affected our health. And the health, we need the health checkup on a human body. It's blood, urine, and stool. Need chest checkup, ECG, echo, vitamin tests, thyroid test, abdominal and pelvis examinations, liver function tests, pulmonary lungs function tests, calcium tests, etc. For a children, we need child checkup regularly. It's a duty of a parent. It is a duty of the parent and the teacher also. The regular checkup is mandatory for the child, that is health, and maintain the health record with a vaccination book, etc. We should find the general appearance of a child, observe the body structure, temperature, pulse, height, weight, chest, abdominal, eyes, etc. And we should know the ears and the hearing is proper, nose is proper, and the eyes and eye visions are proper, etc. This identification helps to diagnose any issues affected to the children. Thank you. ഓക്കെ, നന്നായി ചെയ്തു കേട്ടോ രശ്മി. Thank you, ma'am. Thank you. ഓക്കെ,
ഒരു കാര്യം ഞാൻ വിട്ടുപോയി, യൂറിൻ സ്റ്റൂൾ എക്സാമിനേഷൻ പറഞ്ഞില്ല. അതായത് കുട്ടികൾ ശരിയായ രീതിയിൽ യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്, സ്റ്റൂൾ കറക്റ്റ് ആയിട്ടാണോ പോകുന്നത്, അങ്ങനെയുള്ള മലമൂത്ര വിസർജനം കേട്ടോ, അതൊക്കെ കറക്റ്റ് ആണോ പോകുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പാരന്റ്സ് എന്ന രീതിയിൽ ചെക്ക് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഹെൽത്ത് ചെക്കപ്പിൽ വരാം. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും ഭാഗമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. ഓക്കെ, ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നേ? Sajana, ഞാനാണ് ma'am. Okay. Good morning, everyone. I'm Sajana. I'm here to sign out. Today we learned about vaccination and importance of immunization and health checkup. It was very informative. Thank you, Ashwati ma'am, for your class. And I also thank you, Shruti, for prayer, Adira for sign in, and CB for the thought. And I thank each and everyone in this session for your attention, and see you then in the next class. Thank you. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ. ദൈവം സഹായിച്ച പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഓക്കെ, എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക കേട്ടോ. ശ്രദ്ധിക്കുക, അധികം പുറത്തൊന്നും ഇറങ്ങണ്ട. മഴ പെയ്യുമ്പോൾ കാറ്റൊക്കെയാണ് നല്ലോണം. അപ്പൊ അതൊക്കെ ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, മാക്സിമം വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാ. Thank you so much. Thank you, ma'am. ഓക്കെ, താങ്ക് യു മാം.